എപ്പോഴും ബാക്കിൽ നമുക്ക് ഇത്രയും കംഫർട്ട് കിട്ടാറില്ല. എവിടെ അഡീഷണൽ ആയിട്ട് ഡിക്കിക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇതിന് മാരുതിയുടെ സർവീസ് സെന്ററുകൾ നമുക്ക് ഫെമിലിയർ ആണ്. എപ്പോഴും നമ്മൾ ഒരു കാറിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ജർമ്മൻ ഡിസൈൻ ആണ് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഡ്രൈവിംഗ് പഠിച്ചത് അംബാസഡർ. മാരുതി സുസുക്കി വിക്ടോറിയസ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ബ്രെസ ആൻഡ് ഗ്രാൻഡ് വിറ്റാറയാണ്. ഫസ്റ്റ് ഡെലിവറി ഇതിൻ്റെ ഒരു യൂസർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വെലോസിറ്റി. അപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ യൂസർ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് റിവ്യൂസ് അല്ലാണ്ടുള്ള റിവ്യൂസ് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഇത് ഈ വാഹനത്തിൽ എത്താൻ എന്താണ് കാരണം, എന്താണ് ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്? നെഗറ്റീവ്സ് പറയാൻ വളരെ നെയ്സൻ സ്റ്റേജ് ആണ്. കാര്യം ഓൺലി 500 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഈ വാഹനം കോട്ടയം പോപ്പുലർ ഷോറൂമിൽ നിന്ന് ഫസ്റ്റ് ഡെലിവറി എടുത്ത ഒരു വിക്ടോറിയസ് ആണ്. ചേട്ടാ, ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. എൻ്റെ വണ്ടികളെല്ലാം ഒരു 5 വർഷം 6 വർഷം കൂടുമ്പോൾ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഡെയിലി 100 കിലോമീറ്റർ ഓട്ടം ഉള്ള വണ്ടിയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ യാത്രയിൽ എൻ്റെ വണ്ടി പെട്ടെന്ന് ഓഫായി പോയപ്പോഴാണ് ഞാനൊരു പുതിയ വണ്ടി എടുത്തത്. ഏത് വണ്ടിയായിരുന്നു? സാൻഡ്രോ. ഓക്കെ. അപ്പോൾ റീപ്ലേസ്മെന്റ് ആയിരുന്നോ? അല്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പുതിയ വണ്ടി ലോഞ്ച് ആകുന്നു എന്നറിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ടൈസർ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈസർ പിന്നെ എനിക്കത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ വണ്ടിയിലേക്ക് ഞാൻ ടൊയോട്ട ടൈസർ അല്ലേ, മാരുതി ഫ്രോങ്സിന് ഈക്വലന്റ്. ഇതിന് മുമ്പ് ഏതൊക്കെയായിരുന്നു? മാരുതി 800 തുടങ്ങി, അതിനുശേഷം റിറ്റ്സ് എടുത്തു, അതിനുശേഷം എർട്ടിഗ എടുത്തു, ഇതിനിടയ്ക്ക് ഒരു ഇയോൺ എടുത്തു, പിന്നീട് സാൻഡ്രോ എടുത്തു. അപ്പൊ ശരിക്കും ഒരു മാരുതി എന്തൂസിയാസ്റ്റ് ആണല്ലേ? മാരുതി ലോയൽ ആണ് എനിക്ക് മറ്റു കാര്യങ്ങളിൽ താല്പര്യം തോന്നിയിട്ടുള്ളത്. എന്താ മാരുതിയുടെ പ്രത്യേകത? എന്താ? മാരുതിയുടെ സർവീസ് സെന്ററുകൾ നമുക്ക് ഫെമിലിയർ ആണ്. എൻ്റെ നിയർ ബൈ പ്ലേസുകളിലുണ്ട്. പിന്നെ എനിക്ക് മറ്റ് സർവീസിനെ കുറിച്ച് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. ടേക്ക് ആൻഡ് ഡെലിവറി ഉണ്ട്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് എന്നോട് വളരെ നീറ്റായിട്ടാണ് പെരുമാറുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ആഫ്റ്റർ സെയിൽസ് എന്നുള്ളതാണ് ഒരു മാരുതിയുടെ ഒരു പ്ലസ് എന്ന് പറയാം അല്ലേ? ഓക്കെ. അപ്പൊ ഈ എന്തുകൊണ്ട് വിക്ടോറിയസ്? ടൊയോട്ട ടൈസറിൽ നിന്ന് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് വിക്ടോറിയസിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? എൻ്റെ ജേർണി എന്നും ഞാൻ പറഞ്ഞല്ലോ 100 കിലോമീറ്റർ ഓടുന്നത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് പോകാൻ ഒരു വലിയ വണ്ടി എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ എനിക്ക് എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന രീതിയിലാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് വന്നത്. പിന്നെ എൻ്റെ മറ്റ് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടവരും പറഞ്ഞത് ആ വണ്ടിയിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ചുകൂടി നല്ല വണ്ടി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വണ്ടിയിലേക്ക് വന്നത്. എന്താ അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സ്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മിഡിൽ ഏജിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ന്യൂജൻ വണ്ടികളുടെ പ്രകാശം നമ്മളെ വളരെ കൂടുതൽ അലോസരപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ നോക്കിയപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ ലൈറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. നമുക്ക് ഓടിച്ചു പോകാൻ വേണ്ടതായ ലൈറ്റ് അതിനുണ്ട്. മറ്റു വണ്ടികൾ ന്യൂജൻ വണ്ടികളെ പോലുള്ള ബ്രൈറ്റ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ടൈസർ അല്ലാതെ വേറെ ഏത് വാഹനങ്ങളാണ്? ടൊയോട്ടയുടെ തന്നെ ഹൈ റൈഡർ നോക്കിയിരുന്നു. അതെനിക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഈ വണ്ടിയിലേക്ക് വന്നത്. ഓക്കെ. ഈ വണ്ടി ഓൺ റോഡ് എത്രയായിരുന്നു? എക്സ്ട്രാ ഇതോടുകൂടി എനിക്ക് 1560 ആയി. ഓക്കെ. അപ്പൊ ആ ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂയിലായിരുന്നു അല്ലേ? എന്നാൽ മാരുതിയുടെ തന്നെ ബ്രെസ ഉണ്ടല്ലോ, ബ്രെസയിലേക്ക് പോകാതെ ഇതിലേക്ക് വരാൻ കാര്യം എന്താണ്? ഒരു പുതിയ വണ്ടി ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് നമുക്ക് അറിയാമല്ലോ എന്നുള്ളതാണ്. ബ്രെസ നോക്കിയായിരുന്നോ? ബ്രെസ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ട്, വണ്ടി ഇത് ചെയ്തത്. പക്ഷെ കുറച്ചുകൂടി കംഫർട്ട് എനിക്ക് ജേണി ഈ വണ്ടി ആയിരിക്കുമെന്ന് തോന്നുകയും അതെനിക്ക് അനുഭവത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു. ഏത് രീതിയിലാണ് കംഫർട്ട് തോന്നിയത്? ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് റോഡ് കാണാനും ഒബ്ജക്ട്സിനെ കാണാനും പറ്റുന്നുണ്ട്. ആ ഒരു ഹൈ സീറ്റ് പൊസിഷൻ ഉണ്ട്. പിന്നെ കംഫർട്ടബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണല്ലോ എടുത്തത്? ഞാൻ ബുക്ക് ചെയ്ത വണ്ടി ഓട്ടോമാറ്റിക് ആയിരുന്നു. എൻ്റെ 2 വണ്ടികളും ഓട്ടോമാറ്റിക് ആണ്, അല്ല മാനുവലാണ്. അപ്പൊ ഇനി ഒരു ഓട്ടോമാറ്റിക് എടുത്താൽ അത് ഉപയോഗിക്കാതെ വരും എന്നുള്ളൊരു ഭീതി എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ കുറച്ചുകൂടി മാനുവൽ ആയിട്ടുള്ളതൊന്ന് ഓടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. ഓക്കെ. അപ്പൊ വണ്ടി ഓടിക്കുന്ന ആളാണല്ലോ അല്ലെ? പല വണ്ടികളും ഓടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏത് വണ്ടിയിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്? ഡ്രൈവിംഗ് പഠിച്ചത് അംബാസഡറിലാണ്. അപ്പൊ ഏത് വണ്ടി ഓടിക്കാം? അതെ. ഏതൊക്കെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് മുമ്പ്? പിന്നെ മാരുതി 800 ഓടിച്ചിട്ടുണ്ട്, റിറ്റ്സ് ഓടിച്ചിട്ടുണ്ട്,
പിന്നെ ഈ സാൻഡ്രോ, ഇയോൺ, ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും എർട്ടിഗ. എത്തിക അല്ലെ, മറ്റുള്ള വണ്ടികൾ ഓടിച്ചത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിനെന്ത് വ്യത്യാസമാണ് തോന്നിയിരിക്കുന്നത്? എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് അത്ര അറിയില്ല, എങ്കിലും ഞാൻ പറയാം. ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാം, ഈ സീറ്റിങ്ങിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുണ്ടല്ലോ, കറക്റ്റായിട്ട് ഇത് അടുത്ത് തന്നെ നമുക്ക് എല്ലാ സാധനം നല്ല ക്ലിയർ ആയിട്ട് റോഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. റെയർ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ യാത്രയിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റ് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അല്ല, ഇപ്പം ഈ ഒരു SUV കൈൻഡ് ഓഫ് ഡിസൈനിന്റെ ഒരു പോരായിക പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇപ്പൊ ബ്രസ ആയാലും അല്ലെങ്കിൽ വിറ്റാറ ആയാലും ഈ റെയർ സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല, ഭയങ്കര ബമ്പിയാ, ചാട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇതിന്റെ കാര്യം എങ്ങനെയാ? റെയർ സീറ്റിൽ എങ്ങനെയുണ്ട്? ഇരിക്കുമ്പോൾ ബാക്കിൽ നമുക്ക് ഇത്രയും കംഫർട്ട് കിട്ടാറില്ല. എവിടെയെങ്കിലും ചെറിയൊരു ഹമ്പ് ചാടുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ജെർക്കിംഗ് ആണ്. പക്ഷെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു. ബാക്ക് സീറ്റൊക്കെ നല്ല കംഫർട്ടാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നല്ല കംഫർട്ടായിട്ട് തോന്നി. ആയിരുന്നു ആ സമയത്ത്. നമ്മൾ നല്ല മോശം റോഡിൽ കൂടെ ഒന്ന് പോവേണ്ടി വന്നായിരുന്നു. ആ സമയത്താണ് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലായത്. ഞങ്ങൾ അതിനു മുമ്പ് നമ്മുടെ മറ്റ് വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒളിച്ചിലുണ്ടാക്കുന്ന മാത്രമല്ല നടുവിന് വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ അനക്കമേ ഫീൽ ചെയ്തില്ല. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. ഏത് വണ്ടിക്കാണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പുതിയതാണ്, 500 കിലോമീറ്ററേ ആയിട്ടുള്ളൂ, എന്നിരുന്നാലും അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓട്ടത്തിൽ ഇപ്പോൾ ഉള്ള വണ്ടികൾ, ഇപ്പോൾ എർട്ടിഗ ആണെങ്കിലും ബ്രീസ ആണെങ്കിലും ഇപ്പോൾ ഈ വണ്ടി ആണെങ്കിൽ പോലും നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും ടേണിങ്ങിൽ ചെല്ലുമ്പോൾ വിസിബിലിറ്റിക്ക് ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട്സ് കൂടുതലാണ് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ എന്നുള്ള ഒരു ദൂരക്കാഴ്ച നമുക്ക് കിട്ടാൻ വിസിബിലിറ്റിക്കുള്ള പ്രോബബ്ലി അതിന്റെ ഒരു റീസൺ ഈ ഒരു എ പില്ലറിന്റെ ഡിസൈനിങ്ങിലുള്ള ഇതാണ്. ഗ്ലാസ് ഏരിയ കൂടുമ്പോൾ ആ പില്ലർ കൂടുതൽ നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പോരായ്മ അതെല്ലാ വണ്ടിയിലും ഇപ്പൊ കാണുന്നതാണത്. പുതിയ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല സ്മൂത്ത്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കംഫർട്ട് എങ്ങനെയുണ്ട്? കംഫർട്ട് നല്ല കംഫർട്ടാണ്. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ അഡീഷണൽ ഫിറ്റിംഗ്സ്? അഡീഷണൽ ആയിട്ട് ഡിക്കിക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇതിനൊക്കെ AC ഒക്കെ എങ്ങനെയുണ്ട്? AC നല്ല തണുപ്പുണ്ടോ? തണുപ്പ് വരും. മറ്റേ ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മ്യൂസിക് സിസ്റ്റം നല്ല ശബ്ദമുണ്ട്, നല്ല. ഇപ്പൊ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒക്കെ ഒരു എന്താ ഒരു ബൂം ആയിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലേ ചേട്ടൻ? എന്തുകൊണ്ടാണ് വെഹിക്കിൾ ഞാനിങ്ങനെ അന്വേഷിച്ചു, പക്ഷെ അതിന്റെ ഡ്രോബാക്സ് കാണുന്നത് കൊണ്ടാണ്. എന്താണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്, നമ്മൾ എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 32 കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലോ, ചാർജ് പോയി കഴിഞ്ഞാലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ യാത്രയെ അത്. പക്ഷേ ഇപ്പോൾ ഉള്ള വണ്ടികളെല്ലാം തന്നെ 200+ റേഞ്ച് കൊടുക്കുന്ന. പക്ഷെ അത് ശരിയാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്, അത് നമുക്ക് വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടികളുടെ. ഇപ്പൊ വണ്ടികൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതെല്ലാം നമ്മളെ ഒരു അഡീഷണൽ വണ്ടി എന്നുള്ള രീതിയിലല്ലാതെ നമ്മളുടെ ഡെയിലി യൂസിനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീസൺ എന്താണ്? അതിനകത്ത് നമുക്ക് ഒന്ന് ബാറ്ററി ബാക്കപ്പിന്റെ വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇൻവെർട്ടർ ആണെങ്കിലും മറ്റു രീതിയിൽ ബാറ്ററി മേടിച്ചാലും, ഇപ്പോൾ മറ്റു വണ്ടികളുടേതാണെങ്കിൽ പോലും ആ ബാറ്ററി ബാക്കപ്പ് ചില ദിവസങ്ങളിൽ കിട്ടാതെ വരുന്നത് നമുക്കൊരു കൺസേൺ ആണത്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങിച്ച് പോകുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയാൽ അത് എൻ്റെ പ്രൊഫഷനെ തന്നെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊരു ഇത് ചെയ്യുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോഴും ഒരു ഡിപ്പെൻഡബിൾ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല നമുക്ക്. ഒന്നാമത് ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം പോകുമ്പോൾ നമ്മുടെ യാത്ര 45 മിനിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ രാവിലെ എടുക്കുന്നുണ്ട്, ട്രാഫിക് ജാമും മറ്റേ. ഇതിലും യൂസ് ചെയ്തിരിക്കുന്ന എൻജിൻ K15 എന്ന് പറയുന്ന ഗ്രാൻഡ് വിറ്റാറയിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം എൻജിനാണ്. നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ 5 സ്പീഡ് ആ ഒരു വേരിയന്റ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ഈ ഒരു എൻജിൻ ഓപ്ഷനിൽ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിന്റെ ഇനിഷ്യലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇനിഷ്യൽ
ആ ഒരു കിക്ക് തോന്നുന്നുണ്ട്. അത് ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും വലിയൊരു വെഹിക്കിൾ ആയിട്ട് പോലും നമുക്ക് ആ ഒരു ലാഗോ ഒരു സ്ലഗിഷ് ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. ഓൾറെഡി ഈ വാഹനത്തിൽ 5 പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്. ബട്ട് ലെവൽ റോഡാണ്. നമ്മളൊരു ഹിലി ടെറൈനിൽ പോയാലേ അതിന്റെ ആ ഒരു എത്രത്തോളം അത് പുഷ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റിൽ ലെവൽ റോഡ്സിൽ ഒരു 5 ഫുൾ കപ്പാസിറ്റിയിൽ പോകുമ്പോൾ വണ്ടിക്ക് യാതൊരുവിധ പവർ ഡ്രോപ്പോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പ്രോപ്പർലി സുസുക്കി എഞ്ചിനീയേഴ്സ് പണിയെടുത്ത് ഡിസൈൻ ചെയ്ത ഒരു വാഹനം തന്നെയാണ് ഈ വിക്ടോറസ്. ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ സീറ്റിങ്ങിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുണ്ടല്ലോ, കറക്റ്റായിട്ട് ഇത് അടുത്ത് തന്നെ നമുക്ക് എല്ലാ നല്ല ക്ലിയർ ആയിട്ട് റോഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു മാരുതി വെഹിക്കിൾ മറ്റ് റീസെന്റ് ലോഞ്ചസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ തന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബലേനോ ടു ഗ്രാൻഡ് വിറ്റാറ നോക്കിക്കഴിഞ്ഞാൽ ഇന്റീരിയർ ഒക്കെ സെയിം ആണ്. ഇത് ശരിക്കും ഭയങ്കര ഒരു ഫ്രഷ് ലുക്കാണ്. നമുക്ക് വലിയ വണ്ടിയുടേതായ ഒരു ഫീലുണ്ട്. ചെറിയ വണ്ടികളെ അപേക്ഷിച്ച് നമ്മൾ ഇതിൽ കയറുമ്പോൾ ഉള്ളൊരു വ്യത്യാസം അങ്ങനെ കാണുന്നുണ്ട്. പല വെഹിക്കിൾസ് ഈ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് തോന്നുന്നത്. മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഇതിലെ സ്വിച്ചസ് ഒക്കെ ഒരുപാട് ഡിഫറെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോക്പിറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മാരുതി സുസുക്കി വിക്ടോറിസ് VXI വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിരുന്നു. ഇത് ഈ സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വാഹനത്തിൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിങ്.